ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ബൈ ആഷി. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 ദിവസമായെങ്കിലും ഇതുവരെ നമ്മൾ അതിൽ ഒരു വ്ളോഗോ കണ്ടൻറ്റോ ഒന്നും ഇട്ടില്ല. അപ്പോൾ ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സ്റ്റേക്കേഷന് വയനാട് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങാം എന്നുള്ള പ്ലാനിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വ്ളോഗ് പോലെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നു? മുട്ടിലല്ല, വയനാട് എന്ന് പറയും. നമ്മള് വയനാടിലേക്ക് ട്രിപ്പ് പോകണം. 1500 അടിച്ച് 1500 പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് നമ്മളെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഇടയ്ക്ക് ഗായ്സ് പറയണം അല്ലേ? അല്ലല്ലോ അതങ്ങനെ വരുള്ളല്ലോ. കണക്ക് കണക്കുണ്ടായിക്കോട്ടെ. ഇപ്പൊ തന്നെ ഭേദബില്ല് വലിപ്പം ഇവിടുന്നും വരാൻ തുടങ്ങി. അപ്പം എത്രയും കുറച്ച് വയനാട് പോവാണ്. അപ്പൊ റോഷൻ വർഷാദം മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ട്. പെട്രോൾ അടിക്കണം ബൈ. എന്തൊക്കാതറിയോ. അപ്പൊ നമ്മള് പെട്രോൾ അടിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് പോവുകയാണ്. നമ്മള് പോയിക്കൊണ്ടിരിക്കണേ. നമ്മളിപ്പം മുക്കത്തല്ല, താമരശ്ശേരി എത്തിയാണ് അല്ലേ? മുക്കത്താണ്, താമരശ്ശേരി എത്തിയാണ്. ഈ കിറ്റ്കാറ്റിന് വേണ്ടിട്ട് കാത്തിരിക്കുന്ന ഒരുത്തിയാണ് ബാക്കിലുള്ളത്, പക്ഷെ കൊടുക്കില്ല. അങ്ങനെ അതെ. അപ്പൊ മുന്നില് കുട്ടിയും അല്ല, 2 കുട്ടികളും 3 ആളും പോയിനല്ലോ. ഒരടത്തിണ്ടാവോ? 2 കുട്ടികൾ സ്നേഹം കാണും ഗൈസ്. അവിടെ വരെ എടുക്കണ്ട. വയനാട്ടിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങുന്ന അമലിനാണ് ഇവിടെ കാണുന്നത്. എന്റെ കൈ വെക്കണെന്തിനാ? എന്റെ കൈ കൊണ്ട് കാണില്ല. ഫ്രൂട്ട്സ് വാങ്ങുന്ന 3 കിലോക്ക് 100 രൂപയാണ് ഇവിടെ പറയുന്നത്. എന്താ മുന്തിരി വെക്കോ? മുന്തിരി വേണ്ട. ആക്ച്വലി നമ്മള് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 11:30 വന്ന ടീമാണ് അവര്. എന്താ ഞങ്ങൾ ഇപ്പോഴും മുക്കത്തുള്ളവർ ആണ്. മുക്കത്തുള്ളതാണ്. വിശക്കണേന് ആപ്പിള് വത്തക്ക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുക്കത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ വിശക്കണ്. പിന്നെ യൂനോ ഇത് ഫുള്ള് പുറത്ത് നോക്കുമ്പോ സിനിമന്റെ ഓരോന്ന് പറയണേ. സോ ഗൈസ്, ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങി. കണ്ണാടി വന്നിക്കും. ആപ്പിള് വാങ്ങി കൊടുത്ത ആപ്പിള് വാങ്ങാതെ കാറ് കേറ്റൂല. ആമല്ലേ കിലോ ഒന്നും വേണ്ട, 1 മതി. അയാൾ ഒന്നൊക്കെ തരുമോ? ആപ്പിൾ നല്ല റേറ്റാ. ആപ്പിൾ എത്ര വില? പിന്നെ ഇയാള് 3 കിലോ 100 കിലോ വേണ്ട, വാങ്ങിക്കോട്ടെ. തിന്നൂടെ ഞങ്ങൾ സാമ്പാറും പത്തിരി. ആ സ്റ്റിക്കർ നണ്ട. സ്നേഹം, വെറും സ്നേഹം. 1 കിലോന്റെ സ്നേഹമാണോ ഇപ്പൊ ഉള്ളത്? എത്ര പേയി അവിടെ ക്യാമറ ഉണ്ടാവും. അടുത്ത ഫൈനേക്കും. അടിവാരെത്തിയില്ല, വയനാട് വരെ കയറിയില്ല. തീറ്റ മാത്രം നടക്കണുള്ളൂ. അടിവാരത്തുനിന്ന് പാൽ കേക്ക് വാങ്ങി തിന്നണ്. വേറെ എന്തൊക്കെ വാങ്ങി? കൊറേ പലഹാരം വാങ്ങി. തിന്നാനാണോ പോണത്? വയനാട്ടിലെ അമ്മായിന്റെ വീട്ടിലേക്ക് ടൂർ പോവാന്നുണ്ട്. ഇരുന്ന് പോവാ. വയനാട് ചായ കുടിക്കാൻ നിർത്തുന്നുണ്ട് ഗൈസ്.
ഇനി രണ്ടാം വളവിൽ ചായ കുടിക്കാൻ നിർത്തണത്. അയ്യോ 9-ാം വളവ് എത്തിയ വിളിക്കും. KSRTC അടുത്ത് കൂടെ ഒന്ന് തട്ടാൻ തോന്നിയ തട്ടൊരു ചെറിയ തട്ട്, ഒരു മുട്ട്. നമ്മൾ ഒന്നാമത്തെ വളവ് ഇതാ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ വളവ് ഇങ്ങനെ വളച്ച് 2 മണിക്കാ ചെക്ക് നമ്മള് 1:30 2 മണിക്കാ ചെക്ക് എന്നുള്ള ബോധം രാവിലെ വരാൻ പറയുമ്പോ പാടം ഇത് അവസാന ദിവസം ഉണ്ടായിട്ട് കാര്യമില്ല. നിമിഷത്തിൽ ആദ്യം പോയ ഒരാൾക്കാരോട് പറയും പതിനാട്ടത്തില് ലോകത്തോലിരിക്കേ ഇത് ഭാഷ സ്റ്റാൻഡ് വാങ്ങണ്ടേ നടക്കൂടെ ഇവിടെ വെക്കണ സ്റ്റാൻഡ്. തീറ്റ തീറ്റ എന്നുള്ളൊരു വിചാരമുള്ളൂ. ഞാൻ ഇപ്പൊ ഇത്രയും നേരം ക്ലിപ്പ് എടുത്ത ഫുള്ള് ഫുഡാ. കുറച്ച് തിന്നോട്ടോ. എങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പിലെ എത്തിരിക്കുകയാണ്. ചായ അടിക്കാനുള്ള സ്റ്റോപ്പ്. രണ്ടാം വളവില് 2-ലും 3-ലും അല്ല അടുത്തല്ല ഇതിലല്ല. ഇവിടെ നിർത്തലുണ്ട്. ഇവിടെ ആദ്യം എല്ലാരും നിർത്തല്, പിന്നെ ഇപ്പൊ മുകളിൽ ഓടിയപ്പോ എല്ലാരും അടക്കും. അതൊന്നല്ല 2 സ്ഥലത്തുണ്ടേനി. അല്ല മോളെ ഈ എന്ത് കട്ട മാറണോ? ആ ഒരു കട്ടൻ കുടിക്കാൻ വേണ്ടിട്ട് യൂട്യൂബിലിടണേ. എന്താണ് ഇത് വൈറലായി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന. ഞാൻ ചായ ഉണ്ടാക്കടാ. ഇതന്നെ ഒരു പരിപാടി. ഷോപ്പിലുള്ള ഒക്കെ തിന്നു തീർക്കുക. ഇതാ അടുത്ത വയനാട്ടിൽ 2 മണിക്ക് ചെക്കിന് പറഞ്ഞിട്ട് ഇവിടെ തിന്നോണ്ടിരിക്കുക. അതിലോടത്ത് ഇതന്നെ പരിപാടി. 2 മണിക്ക് ചെക്കിനാണെന്ന് ബോധമില്ല. നജാ മതിയോ? തന്നെ ടിഷ്യൂ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കടിച്ചാ പറിച്ചോ? അതിന് വേറെ നമ്മള് കടിച്ചാ പറിച്ചാ പറയണേ. കടിച്ചിട്ട് നോക്കട്ടെ പറിച്ചു. ടിഷ്യൂ കഴിച്ചാൽ വളവിൽ വണ്ടി, വളവിൽ ബ്ലോക്കാണ് ഗൈസ്. വീഡിയോ നമ്മളെ അമേരിക്കാരാ യൂണിഫോം ഉണ്ടല്ലോ മഫ്തിയ CBCID. കണ്ടില്ല ഈ മാസല്ലേ
മാത്രാവോ ഈ മാസം തന്നെ ഈ ആകാശം ഒന്നും ഭംഗിയില്ല. ആകാശം പോലെ അരികെ അരികെ സ്ലോ ആക്കുന്ന പിടിച്ച എടുക്കട്ടെ ഞാൻ. എന്ത് കഷ്ടപ്പാടാ. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് എത്തിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗോപിക ഹോട്ടലില് ചോറ് തിന്നാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഒരെണ്ണമാക്കി ഈ തീറ്റ മാത്രമേ ഉള്ളൂ ഗോപിക ഹോട്ടൽ. അതെ ഗോപിക ഹോട്ടൽ. നമ്മളെന്തായാലും ഗോവയില് പോകണം. ഗോവയിൽ നമ്മൾ പോകണം. നമ്മളല്ല നമ്മള് കണ്ടോ ഇത് ഇറങ്ങും. ഗോപിക ഹോട്ടലിലെ ഫുഡ് ഗോപിക ഹോട്ടൽ. ഫുഡ് കിട്ടാതെ ഓഫായി പോയി. കണ്ടാണല്ലോ അല്ലേ കുറച്ച് മുന്നേ ഫുഡ് കിട്ടാത്തതാണ്. അതായത് എന്താ പറയണ വെച്ചാല് ഫുഡില്ലായിട്ട് ക്ഷീണിച്ചത്. കുറേ ഇറങ്ങിയ കൊണ്ടല്ലോ തിന്നാൻ തുടങ്ങിയത്. എന്നിട്ട് ഫുഡ് കിട്ടായിട്ട് ക്ഷീണിച്ചത്. ഇല വന്ന് ഗോപിക ഹോട്ടലിലെ ഇല. ചേച്ചിക ആ ആ ചാറ് വന്ന് ചേച്ചീനെ വ്ളോഗിലിടട്ടെ. വ്ളോഗിലിടട്ടെ. വൈറലാ ചേച്ചി. ഇല്ല കേട്ടോ, കൈ മാത്രമേ ഉള്ളേ. ഡോൺ വറി. മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്ത ചേച്ചി. ഇത് ലീലോളി ഒന്ന്. ആ മതി മതി കുറച്ച് മതി. ആ കുറച്ച് മതി. മതി. ഗോപിക ഹോട്ടലിലെ ടേസ്റ്റാണ് ഗൈസ് കാണിക്കുന്നത്. മാന്തള കേരള മീൻ ഫിഷ് മീൻ പോരാ എനിക്ക് ഈ മാന്തള മതി. മാന്തള മതി. അങ്ങനെ ഗോപിക ഹോട്ടല് ഗോപിക ഹോട്ടലിലെ ഊണ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോട്ടൽ വയനാട്ടിൽ വരുന്ന പോലൊക്കെ ഗോപിക ഹോട്ടലിൽ വിസിറ്റ് ചെയ്യാം. ഈ അജ്ഫാന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിലെ സ്വാദിഷ്ടമായ ഭക്ഷണം. സീറ്റ് ബെൽറ്റ് ഇടും. പുഷ്പാഞ്ജലി
അങ്ങനെ ഗോപിക ഹോട്ടലിലെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് ശേഷം നമ്മൾ വീണ്ടും ലൊക്കേഷൻ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ വൈകിയിരിക്കുകയാണ്. 2 മണിക്ക് ചെക്കിങ്, ഇപ്പോൾ 3 മണിയായിരിക്കുന്നു ഗായ്സ്. ഇങ്ങനെ ഓഫ് റോഡ് അടിച്ച് പോവുകയാണ്. ഇത്രയും നല്ല റിസോർട്ട് ബുക്ക് ചെയ്ത് എന്നെ എന്ത് പറയണം, അഭിനന്ദിക്കുവി. ഏതോ ഒരു കാട്ടിലാണത്. ഏത് കാട്ടിലാണ്? നേരെ കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രകൃതി രമണീയമായ റിസോർട്ട് കാണാം. അങ്ങനെ പോയി എന്താ സാധനം? അതാ നേരെ കാണാൻ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതല്ലാതെ വെറുതെ പറഞ്ഞോട് വെച്ച് എവിടെ കിട്ടും അതൊക്കെ നമ്മളെ കറക്റ്റാ. ഇത്രയും വ്യൂ നോക്കൂ, വ്യൂ ഇല്ലാന്ന് പറഞ്ഞു നോക്കൂ. അതാ ഇവിടെ ഉത്സവന്റെ വണ്ടി മാത്രമേ എത്താൻ പറ്റുള്ളൂ. അല്ല ഇവിടെ കാർ എടുത്താൽ സ്ഥലമില്ല. ഇതാണോ മധുരക്കേങ്ങ് കപ്പാന്ന്? ഇതാണോ റിസോർട്ട്? ഇത് റിസോർട്ട് അല്ലല്ലോ, ഇത് നഴ്സറി ആണല്ലോ. ആ ഇതെന്ത് ജിമ്മൊക്കെ ഉണ്ടോ ഇവിടെ? അതാ ഇർഷാദ് അതാ. കാണാൻ രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അടച്ചോ? അയ്യോ സർപ്രൈസ്! നേരത്തെ ഇതിപ്പോ എന്താണ്? എന്ത് എന്തായാലും എന്താർത്താനോ? നല്ല ഷാറല്ലേ? എപ്പ എത്തി? രാവിലെ വീഡിയോ എടുത്താടാ. എടാ ഇവിടെ സ്വിമ്മിംഗ് പൂളാണ്. എളുപ്പമുണ്ടോ? നിങ്ങൾ പിന്നെ എന്തിനാന്ന് അങ്ങോട്ട്? എന്തിനാന്ന്? റോഷനാടാ ദിസ് ഈസ് ഇതാണ് നമ്മളെ റോഷൻ. മറ്റേ റിസോർട്ട് എന്ന് പറഞ്ഞാണ്ടേ നഴ്സറി കൂട്ടി കൊണ്ടുവന്നാന്ന് തോന്നുന്നു. അതിന് പറ്റിയതാ എന്താണോ? ഇങ്ങനത്തെ പാവാടല്ലേ ഇത് മൂത്ത കോയി, ഇല കോയി ഒന്നും ഉണ്ട്. കോയി തമ്പുരാൻ വേറെ ഉണ്ട്. ലാൻഡ്സ്കേപ്പിലുണ്ട്. ഫോൺ അങ്ങനെ പ്രത്യേകമുണ്ട്. അത് തൊടരുത്, അത് തൊടരുത്. നല്ല സ്പീഡാ. അവിടുത്തെ മരുന്നിനെ കേറി
എടുത്തോ. വന്ന ആടെ തന്നെ അതിന്റെ മുകളിലൊക്കെ കയറി എന്താ വെയിറ്റ് കാണിച്ചു കൊടുക്കരുത്. ഒന്നും ആടെ തന്നെ ഡാഡി കോൾസ് ഒന്നുകൂടി ഇട്ടേ. ആ മുടി എടുത്തിന്റെ കയ്യല്ലേ എടുക്കാല്ലാത്ത. എന്നിട്ട് ഈ ചെയ്യ്. ഓ അത് എടുത്ത് പൊക്കാൻ പറ്റില്ല. അത് ക്യാരം ബോർഡ് സെറ്റ് ചെയ്യണം. ഞാൻ വിളിക്കേ. ക്യാരം ബോർഡ് സെറ്റ് ചെയ്യണം. റോഷൻ എന്താ റോഷൻ കാണിക്കേ? ഇത് ഇറങ്ങിയിരിക്കില്ലേ? ഓലവിടെ പ്രേമിക്ക. ഇത് വെച്ചാ കട്ടയണ്ട. അയ്യോ ഭയങ്കര വൈഡായിട്ട് നടന്നില്ല. ഇല്ലല്ല ഇട്ട വെയിറ്റ് ഉണ്ട്. വൈഡാക്ക്. പൂളിലേക്കുള്ള വഴിയിലാണ്. പൂളും തപ്പി പോവാ. വലിയ പൂളുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. ഇതവിടെ പൂള് കഴിഞ്ഞു. ഇതാണോ വലിയ പൂള്? ഇത് ചെറിയതല്ലേ? ഇത് കുഴപ്പമില്ല, എന്നാലും ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല. തിരക്ക് കമ്പയർ നമുക്ക് കിട്ടിയത് ഷോർട്ട് ചെറിയ ടൈമിൽ നമുക്ക് ഇത് കിട്ടിയില്ലേ? നമ്മൾ കുറേ തപ്പിയില്ല. എന്നാൽ ഭയങ്കര തിരക്ക്. നേരത്തെ ഇറങ്ങി പോരാ. സംഗതി ചെറുതാണെങ്കിലും കുഴപ്പമില്ല, രസമുണ്ട്. നമ്മൾ എല്ലാവരും കൂടി കൂടിങ്ങാണ്ട് സെറ്റാക്കാൻ പറ്റിയൊരു സ്ഥലം. ചൂടുണ്ട്. ഇത് 4 മണിയായിട്ടുള്ള വൈകുന്നേരം. ചൂടൊക്കെ മാറി വയ്ക്കും. പൂളുണ്ട് അവിടെ. നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം, ചാർക്കോൾ സെറ്റ് ചെയ്യാം. പിന്നെ താഴത്ത് ഗെയിം ഏരിയ ഒക്കെ ഉണ്ട്. ഈ പൂളിലിപ്പോൾ 4 ആൾ ഇറങ്ങിയാൽ ഫുള്ളാവും. റോഷന് നമ്മളെ പഴയ റോഷൻ ഇങ്ങനെയല്ല. ഇപ്പം കണ്ടില്ലേ, പൂക്കി റോഷനായി. വീഡിയോ റീലെടുക്കണ കാണുന്നത്. ഇതാ റീലെടുക്കണത് എൻ്റെ സഹധർമ്മിണി. എങ്ങനെ നടന്ന റോഷനാ ഇപ്പം പൂക്കി റോഷനായി. ഇതേ പോണ്. അയ്യോ, ഇതാ റോഷനെ പൂക്കി ആക്കിയത് അവള്. മതി മിസ്രി ഈ പരിഷ്കാരി തന്നെയല്ലേ?
എന്താണ് നിങ്ങള് ഹലോ എന്തായി പരിഷ്കാരി പച്ച പരിഷ്കാരി എന്നുവെച്ചാ ഒന്നുകൂടി ആ വെറൈറ്റി അടി അടിച്ചേ, വെറൈറ്റി അടി കാണിച്ചേ. വേറൊന്നുണ്ട് പക്ഷെ ഇത് ഉപ്പായതുകൊണ്ട് കയ്യൂല ഗൈസ്. ഇങ്ങനെ അടിച്ചാ അത് കൂടെ സ്പീഡ് വരുന്നുണ്ടല്ലോ. അമ്മല് വിടണമെന്നല്ല. ഇതാണ് പൂക്കി റോഷന്റെ സ്റ്റാൻഡ്. നമ്മളടുത്തുണ്ട്. കാള വിൽക്കാനുണ്ടോ? കാള വിൽക്കുന്നുണ്ടോ? ആ മെസ്സേജ് ഉണ്ടാവും. പട്ടി. അയ്യോ, നമ്മള് പൂളിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. തരും, എല്ലാം തരും, തരും. ഹലോ ഹോയ് 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 ഹോയ്. മഴ പെയ്ത് എങ്ങനെ ഉണ്ടാവും പുള്ളി മനസ്സിലായോ? അടി മുറിഞ്ഞുള്ളേ അതെ നീ മൈലാഞ്ചിട്ടാണോ? നല്ല അടി മുറിഞ്ഞുള്ളേ. അടിയോ? ആ അവിടെ തട്ടിയോ? നോക്കി നോക്കി പുളിപ്പൊടി അവിടെ, പുളിപ്പൊടി എന്നാ പുളിയച്ചാറ്. ഞാൻ തന്നെ കഴിഞ്ഞിട്ടാ നിക്കണേ. പുള്ളിക്കാർ തിന്നിട്ട് ഇറങ്ങിയാ പോരെ. വെള്ളത്തും തിന്നാൻ പറ്റില്ല. പതുക്കെ തോളുപിടി അത് രണ്ടേ ഹൈറ്റില്ല. ഇത് ഇത്രേ ഉള്ളൂ. നമ്മളവിടുത്തെ ഹൈറ്റ് പോലും ഇല്ല. ഫോട്ടോ വേണ്ടി വീഡിയോ ഓണം ഓരോന്നുള്ള വെള്ളത്തിലൊക്കെ ഉണ്ടാ കരയെ വെച്ച് താലോ. ഹലോ, വൈഡ് എടുത്തിട്ടോ, ഫുൾ വൈഡ്. ഫുൾ വൈഡ് എടുക്കാം. ഫുൾ വൈഡാണ്. രസില്ല, ഞാൻ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ നിന്നിട്ട് അല്ല അതല്ല ഞാൻ പറഞ്ഞ, അല്ല ഞാൻ പറഞ്ഞ ഓള് നല്ല മറ്റേ പാട്ടില്ലേ മൊത്തത്തിലെടുത്തോ? അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ പൂളിൽ തന്നെ ഇനി ഏകദേശം 2 മണിക്കൂറോളം പൂളിൽ 2ന്റെ മുകളിൽ പോയി. രാത്രി ആവണവരേ പൂളിൽ തന്നെ ഇനി ഫുള്ള് ഡാൻസും പാട്ടും കോമ്പറ്റീഷനും ഫുള്ള് കുന്തളിപ്പ്. ഞങ്ങളേക്ക് അഭിപ്രായം കണ്ടിട്ട് ഒരാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ എന്താ ഇവർ ഈ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കുറെ നേരം പൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കളിച്ചിട്ട് ഒരു മടുപ്പും വന്നില്ല. കളിയും ചീരിയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോയി. സിംഗിൾ ഡാൻസ് ആയി, അത് പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ആയി, ചിരിച്ച് ഒരു ബൈക്കായി. നമ്മള് കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു എൻജോയ്മെന്റും ഒരു ഇതൊക്കെ കിട്ടുന്നത്. കുറേ നേരം വെള്ളത്തിൽ നിന്ന് പുതിർന്നോണ്ടാന്ന് തോന്നുന്നു. നല്ല വിശപ്പ്.
പക്ഷേ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നേരെ ക്യാമ്പ് ഫയറിൻ്റെ അങ്ങോട്ട് പോയി. നമ്മളെ ബായി എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. അങ്ങനെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി. നമ്മളെ ചുറ്റും വരുന്ന കുറേ കഥകൾ പറഞ്ഞ്, കുറേ കോളേജിലെ കഥകളും അതും ഇതും എല്ലാം പറഞ്ഞ്, കുറേ ആൾക്കാരെ പച്ചർച്ചിയും തിന്ന്, അങ്ങനെ കുറേ നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് നേരെ വന്നത് പാർക്ക് ഏരിയ, അതായത് ഗെയിമിംഗ് ഏരിയയിലേക്കാണ്. പിന്നെ എല്ലാവരും കൂടി ആ വട്ടത്തിലങ്ങ് ഇരുന്ന് രാവിലെ വാങ്ങിച്ച ഫ്രൂട്ട്സ് ബായിൻ്റെ കൊടുത്ത് ബായി അത് കട്ട് ചെയ്ത് കൊണ്ട് തന്നു. അവരിന് വോട്ട് ചെയ്ത മറ്റേ പാർട്ടിയാ. തെറ്റുകൾ മാത്രം പറ്റുന്ന പൊട്ടനുണ്ട്. ആ കൂട്ടത്തിൽ പെടുത്താണല്ലോ ഞാൻ. അതൊക്കെ കഴിച്ചെങ്കിൽ മെല്ലെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ മെല്ലെ സ്പീക്കർ ഓണാക്കി. പിന്നെ കുറേ പാട്ടും ഡാൻസും എല്ലാവരും പാട്ട് പാടി. ഇർഷാൻ്റെ സ്പെഷ്യൽ സോങ് ഉണ്ടായിരുന്നു. ഇർഷാൻ്റെ പാട്ടിൻ്റെ കൂടെ നജീം കൂടി. പിന്നെ അമലിൻ്റെ ഇന്ത്യ റോഷൻ്റെ വക സ്പെഷ്യൽ സോങ്. പിന്നെ പാടാൻ അറിയാത്തവരും അറിയണവരും എല്ലാവരും പാടി. നജ പാടി, മിസിരി പാടി, അനു പാടി, സുമി വരെ പാടി. അങ്ങനെ പാടി നട്ടപ്പാതിരി വരെ പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് അങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ഒരു വിധമായപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങി. അങ്ങനെ നേരെ പരവരാ വെളുത്തതും എല്ലാവരും ഓരോരോ ആക്ടിവിറ്റിയിലേക്ക് കയറി. ഏയ് ബേബി ഉറങ്ങുകയാണോ? രാവിലത്തെ ചായ നിജ വീഡിയോ ആണോ ഫോട്ടോ ആണോ? വീഡിയോ ആണെങ്കിൽ കൈ തരും. ബാക്കിയുള്ളവർ എന്തായാലും ആയിക്കോട്ടെ. എനിക്ക് കടന്നുറങ്ങണം എന്നും പറഞ്ഞ സുമി ഇതാ ഒരു സ്ഥലത്ത് പോയി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. കാണുന്നില്ല, ഇടയിൽ കൂടെ പോരില്ല. അതിർത്തി കളിക്കില്ല. Seven 4
അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, ഞങ്ങൾ റാവൊന്നുമില്ല. അനിയ നന്നായി. അവിടെ നോക്കൂ, ബാറ്റ് എടുത്ത് മരിച്ചത്. അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നേരെ എണീറ്റ് വന്നിട്ടതാ നീൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പാട്ടും പാടുന്നുണ്ട്. ഒക്കെ ഞാൻ കൂട്ടുണ്ട്, ഒക്കെ കൂട്ടുണ്ട്, ഞാൻ കൂട്ടുണ്ട്. 1-1 2-1. ബുദ്ധിപരമായി കളിക്കാം. അതന്നെ ബുദ്ധിപരമായിട്ട് കളിച്ചതാ. അത് നല്ലൊരു മൂവാണ്. 6-6. भाई एक बोतल पानी दे दो. അത് പിന്നെ നോക്കുമ്പോൾ ഇവിടെ കുറെ കല്ല് വെക്കണ്. എന്തിനീ കല്ല് വെക്കണമെന്ന് വെച്ചപ്പോൾ കൊത്തങ്കല്ല് കളിക്കാനാണ്. പിന്നെ പറഞ്ഞു കേട്ടില്ല. എന്റെ അവളെ എടുങ്ങാറാവുന്നു. അത് മൊബൈൽസാ. പല കളികളും കണ്ടു. ഇപ്പൊ കൊത്തങ്കല്ലിലെത്തി 4 കോട്ടിയും കൂടി എടുക്കുന്നു. ആ മത്സരം വെക്കുക. എനിക്കറിയാം കളി മറന്നു പോയൊന്നും അറിയൂല. പറഞ്ഞേ സുബിയെ ഇതെന്താ മറ്റേ സാധനം ക്യാൻഡിയാ. ഓർഡറല്ലേ? അപ്പം കഴിക്കില്ല. നിങ്ങൾ എന്താ കഴിച്ചോളൂ. ഇതെന്താ അറിയാ? ഇതാണ്ടെങ്കിൽ ബാജി അभी देगा. വെക്കാൻ പറഞ്ഞു. എന്ത് പാടലാ പാടിനെക്കാട്ടിലും. ഞാൻ ആക്ഷൻ നമ്മളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പൂളിലവിടെ പോയി ഒന്നുകൂടെ ഒന്ന് പൂളിലിറങ്ങി ചാടി ഒന്നുകൂടെ ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇതുമായി വീട് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇറങ്ങിയിരിക്കും. ഞാൻ എടുത്ത് പഠിക്കാം നമുക്ക് അല്ലേ. ഞാൻ എടുത്ത് പഠിക്കാം. അപ്പം അതിടയ്ക്ക് ഗൈസ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സേവ് ദ ഡേറ്റ് അല്ല, ഓല രണ്ടാള്
എക്സ്പയറി ഡേറ്റ്. പക്ഷേ എന്താണ് ട്രിപ്പിനെ പറ്റിയ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഞാൻ ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നത് കാണില്ലേ, ശല്യപ്പെടുത്തല്ലേ. എന്താ അഭിപ്രായം? സുമിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാല്ലോ. സുമിയല്ല ട്രിപ്പിനെ എന്താ ട്രിപ്പിനെ പറ്റിയ അഭിപ്രായം എന്താ? എന്താണ് ട്രിപ്പിനെ പറ്റി അഭിപ്രായം പറയും? ട്രിപ്പിനെ പറ്റിട്ട് അതിനെ പറ്റി നമ്മൾ അവലോകനം നടത്തണം. ആദ്യം ഒന്ന് ഇവിടുന്ന് പോകാനായി. നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും നല്ലൊരു ട്രിപ്പ്, രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മളുടെ. ഏറ്റവും അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് നമുക്ക് മുന്നോട്ട് നീക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ നെജാണ് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത്. സുമിയാണ് ഇത്രയും നല്ലൊരു ട്രിപ്പാക്കാൻ അവരെടുത്ത ഇനിഷ്യേറ്റീവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ട്രിപ്പ് ഇവിടെ ഈ ദിവസം സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മളുടെ പല രാത്രികളിലുള്ള കലാപരിപാടികളും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലുള്ള ചാട്ടങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതുപോലെ ഇനിയും നോക്കി വരാനും ഇതുപോലെ എൻജോയ് ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. ഒരുപാട് തിരക്കിനിടയിൽ വന്ന റോഷനും അമലൊക്കെ അവരൊക്കെ ഭയങ്കര ബിസിയുള്ള പേഴ്സൺസ് ആണ്. ഈ ഡേറ്റ് തന്നതിലും ഇതിലൊക്കെ ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. സുമീനെയൊക്കെ പ്രത്യേകിച്ച് അവൾ ദുബായിന് ഇതിനായിട്ട് ഇവിടെ വന്നതാണ്. ഒരു യുദ്ധങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഫയറുള്ള സമയത്ത് ഇവിടെ എത്തി. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. വരും വർഷങ്ങളിൽ ഇതുപോലെ വീണ്ടും ഒരുമിച്ച് കൂടാന് നമുക്ക് എല്ലാം തൗഫീഖ് തരട്ടെ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഒരുക്കി തന്ന ഞങ്ങളുടെ റിസോർട്ടിലെ നേപ്പാളീസ് അവർക്കും ഞങ്ങൾ ഈ നന്ദി അറിയിക്കുകയാണ്. ഈ മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാർക്ക് പ്രത്യേകിച്ച് നല്ല സൗണ്ട് അവരുടെ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇവർക്ക് നല്ല നല്ല സൗണ്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല നല്ല പരിപാടി ആയിട്ടുണ്ട്. പിന്നെ മതിയടാ മതി 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 നിർത്തിക്കാള്. ഞാൻ ഈ നടന്നു വരുന്നത് വെറും ഒരു ഫോട്ടോയിലേക്കല്ല. എല്ലാരും നോക്കി ചിരിച്ച വീഡിയോ ആണ്. കുട്ടീനെ നോക്കി ബൈ ബൈ ബൈ. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. നല്ല അടിപൊളി മന്തിയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്ന് തീർച്ചയാതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ. നേരെ നമ്മൾ വയനാട് ചോര ഇറങ്ങിയതും നമുക്ക് മഴയും കിട്ടി, വേറൊരു മുട്ടൻ പണിയും കിട്ടി. ടയർ പഞ്ചറായതും നന്നാക്കാൻ വേണ്ടിയുള്ള ഷോപ്പ് കുറേ തിരഞ്ഞു അവസാനം ഒരു ഷോപ്പിന് മുമ്പിലെത്തി. ആ ഷോപ്പാണെങ്കിൽ അടവ്. അപ്പോൾ പിന്നെ വിചാരിച്ചത് നമുക്ക് സ്വന്തമായിട്ട് മാറ്റാം. അങ്ങനെ സ്റ്റെപ്പിനെ എടുത്ത് പുറത്തിലുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ട് അപ്പുറത്തുള്ള ചേട്ടൻ വന്ന് സഹായിച്ചു. അങ്ങനെ അവസാനം ആ ചേട്ടൻ ആ പൂട്ടിക്കിടന്ന ഷോപ്പിൻ്റെ ഓണറെ വിളിച്ചു വരുത്തി. അപ്പോഴാണ് ആശ്വാസമായത്. ഒരു പൂസലുമില്ല ഇവിടെ. ഇവിടെ എന്താ പരിപാടി? സ്റ്റോറി ഇടുക.
ഇവിടെ പഞ്ചറായി കിടക്കുക ഇവിടെ പഞ്ചറായി കിടക്കുക ഒരു സ്റ്റോറി ഇടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ടെയിൽസ് ബൈ ആഷി ഫോളോ ചെയ്യുക, അതിൽ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.